കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും കലാപാരമ്പര്യവും വിളിച്ചോതുന്നതായിരുന്നു കലോത്സവ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്ര. തിരുവനന്തപുരം ജില്ലയിലെ 6000-ഓളം വിദ്യാർത്ഥികൾ അണിനിരന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കുചേർന്നു. പാളയത്തെ സംസ്കൃത കോളേജ് പരിസരത്തു നിന്നാണ് 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്ര തുടങ്ങിയത്. 50 സ്കൂളുകളിൽ നിന്നുള്ള 6000-ഓളം വിദ്യാർത്ഥികൾ അണിനിരുന്ന ഘോഷയാത്ര DGP TP സെൻകുമാർ ഫ്ളാഗ് ഔട്ട് ചെയ്തു. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടി സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ആവേശകരമായ ഘോഷയാത്രയ്ക്ക് ശക്തമായ സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കിയത്. ഏകദേശം 10 SP-മാരുടെ നേതൃത്വത്തിൽ 1500-ഓളം പോലീസുകാർ സുരക്ഷയ്ക്കായി നഗരത്തിലുണ്ടായിരുന്നു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ, ആയോധന കലകൾ, താളമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണക്കാഴ്ചകൾ തീർത്ത ഘോഷയാത്ര കേരളത്തിന്റെ സാംസ്കാരിക തനിമയുടെ പ്രദർശനം കൂടിയായി. എല്ലാ കലയും ഏറ്റവും മനോഹരമായി ദൃശ്യവൽക്കരിച്ചു കുട്ടികൾ. കണ്ടും ആസ്വദിച്ചും കൈയടിച്ചും തിരുവനന്തപുരത്തുള്ളവർ കുരുന്ന പ്രതിഭകളെ ആവേശത്തിലാക്കി. വർഷത്തിന് ശേഷം എത്തിയ കലോത്സവത്തെ ആവേശപൂർവ്വമാണ് അനന്തപുരി വരവേറ്റത്. ഇനിയുള്ള 7 ദിവസങ്ങളിൽ കുരുന്നുകൾ കാഴ്ചയുടെ വസന്തമൊരുക്കും. ടീം മീഡിയ 1